ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നത്തെ ക്ലാസ് വരുന്നത് പട്ടാമ്പിയിലാണ്. രാവിലെ 6:58 ട്രെയിൻ വരുന്നത്. പതിവ് പോലെ നമ്മൾ ഇന്ന് ലേറ്റാണ്. 6:50 ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആരും പേടിക്കണ്ട, പോകുന്നത് നമ്മുടെ ട്രെയിൻ അല്ല. ആപ്പിൽ കുറച്ച് നേരത്തെ മുമ്പ് നോക്കിയപ്പോൾ ട്രെയിൻ കൊരട്ടിലെത്തിയിട്ടുള്ളൂ. അങ്ങനെ വണ്ടി നേരെ കൊണ്ട് പാർക്കിങ്ങിൽ ഏരിയ വെച്ചു. ഇവിടെ നമുക്ക് 20 രൂപയാണ് ചാർജ്. അത് കൊടുത്തതിന് ശേഷം നേരെ സ്റ്റേഷനിലേക്ക് നടന്നു. നമുക്ക് ടിക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ UTS ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ട്രെയിൻ എത്തി. വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് തിരക്കില്ലാത്ത പോലെ സീറ്റും ഇല്ല. സീറ്റില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നിന്നാണ് യാത്ര തുടർന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ കൂടുതലായിട്ട് കാണാനും നമുക്ക് അവസരം ലഭിച്ചു. തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ തൃശ്ശൂർ ശേഷമുള്ള ഷൊർണൂരേക്കുള്ള യാത്രയൊക്കെ വളരെ സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. തൃശ്ശൂർ സ്റ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ സുന്ദരമായ വയലുകൾ, തെങ്ങിൻ തോപ്പുകൾ, മലനിരകൾ എന്നിവയാണ്. ഈ വഴി യാത്ര പോയവർക്കറിയാം ഈ വഴിയിൽ കാണുന്ന ഈ സുന്ദരമായ കാഴ്ചകളെ കുറിച്ച്. ട്രെയിൻ യാത്ര എത്രത്തോളം സുന്ദരമാണെന്ന് നമ്മൾ അറിയിക്കുന്നത് ഈ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. ട്രെയിൻ അങ്ങനെ മുന്നോട്ട് പായുകയാണ്. ഈ സ്റ്റേഷനാണ് വള്ളത്തോൾ നഗർ, കേരള കലാമണ്ഡലമുള്ള വള്ളത്തോൾ നഗർ. ആ കാണുന്നതാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലവും ഭാരതപ്പുഴയും കടന്ന് നമ്മൾ ഇനി പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. വണ്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. പക്ഷേ എന്ന് ഈ വഴി ട്രെയിനിൽ പോയാലും ഞാൻ ഇവിടെ കുറച്ച് സമയം ഇറങ്ങിയിരിക്കാറുണ്ട്. ഇനി എന്നാണാവോ എന്നെ കൊണ്ടുപോകാതെ ട്രെയിൻ പോകുന്നത്. പറഞ്ഞു തീർന്നില്ല. നമ്മുടെ ട്രെയിൻ എടുത്തു. ട്രെയിനിൽ വേഗം ഓടിക്കയറി. അപ്പോഴാണ് ഒരു പാട്ട് പാടുന്ന ചേട്ടനെ കണ്ടത്. അദ്ദേഹം നന്നായി പാട്ട് പാടുന്നുണ്ട്. അതിന് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോഴാണ് നമുക്കിറങ്ങാനുള്ള പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ എത്തിയത് കണ്ടത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ റോഡിലേക്ക് നടന്നു. അപ്പോൾ നമ്മുടെ ട്രെയിൻ പോവുകയാണ്. അപ്പോൾ ട്രെയിൻ പോയതിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ചെറിയ വഴിയിലൂടെ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ട്രെയിൻ പോയതിന് ശേഷം റെയിൽവേ സ്റ്റേഷന് അരികെ ഉള്ള ചെറിയ വഴിയിലൂടെ താഴത്തോട്ട് ഇറങ്ങി. ഇതിലൂടെ പെട്ടെന്ന് റോഡിലേക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ റോഡിലെത്തി. ഇന്നത്തെ ക്ലാസ് വരുന്നത് പട്ടാമ്പിയിലെ PSC കോച്ചിങ് സെൻ്ററായ സ്കോളേഴ്സ് അക്കാദമിയിലാണ്. നമ്മൾ നേരത്തെ എത്തിയതിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നേരം നടക്കാം എന്ന് കരുതി. ഇവിടെ എത്തിയാൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ധാരാളം വവ്വാലുകൾ നിറഞ്ഞ മരങ്ങൾ. അതിനിടയിൽ ചെറിയ മഴ പെയ്തു തുടങ്ങി. സ്റ്റുഡൻസിന് വേണ്ടി കുറച്ച് മിഠായി മേടിച്ചു. അപ്പോഴും മഴ നന്നായി തകർത്ത് പെയ്യുകയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പണായി. തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നടന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. ഇനി നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. ഇന്നത്തെ ക്ലാസ് 25/6/2025 കേരള ഹിസ്റ്ററി സുരാജ് സാർ. ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നെങ്കിലും ഓഫീസ് തുറക്കാത്തതിനാൽ വരാന്തയിലൂടെ മഴയും കണ്ട് അങ്ങോട്ട് നടന്നു. അവിടെ ബെഞ്ചിലിരുന്ന് മഴ ആസ്വദിച്ചു. ഓഫീസ് തുറന്നു. ഓഫീസിനകത്ത് കയറി. ബാഗ് വെച്ച് ബാഗിൽ നിന്നും പണിസാധനം പുറത്തെടുത്തു. നമ്മുടെ പ്രധാന പണിസാധനം സ്പീക്കറും മൈക്കും. അംഗത്തിനുള്ള കവചകുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ് റെഡിയായി. ക്ലാസ്സിൽ കയറാൻ പോവാണ്. വിഘ്നേശ്വര മിന്നിച്ചേക്കണേ. ക്ലാസ് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് വേഗം ഓടി ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിൽ കയറി. ഇനി 2:30 ആകുമ്പോഴേക്കും നമുക്ക് ഷൊർണൂർ എത്തണം. മഴ തകർത്ത് പെയ്യാണ്. 2:30 ശേഷമുള്ള വേണാട് പിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് തന്നെ ട്രെയിൻ എടുത്തു. ബായും കൊണ്ട് ട്രെയിനിൽ ചാടി കയറി. ഞാൻ കയറിയതും ട്രെയിൻ പുറപ്പെട്ടു. ട്രെയിനിൽ ആളുകൾ കുറവായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണിത്. ഇത് ഉത്രാളിക്കാവ്.
ഇതാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. അങ്ങനെ തുടർന്ന് യാത്ര വീണ്ടും പുറപ്പെട്ടു. വീണ്ടും മഴ നന്നായി പെയ്തു തുടങ്ങി. മഴ പെയ്ത് സ്റ്റേഷനിലൊക്കെ കടന്നു പോകുന്ന വഴിക്ക് ധാരാളം വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളും കാണാനിടയായി. ഇത് ഞാൻ സ്ഥിരമായി കളിക്കാൻ പോകുന്ന പഞ്ഞപ്പള്ളി ഗ്രൗണ്ടാണ്. അവിടെ എല്ലാം വെള്ളമായി. അങ്ങനെ തിരിച്ച് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടന്നു. ട്രെയിൻ അങ്ങനെ പതുക്കെ പുറപ്പെട്ടു. തുടർന്ന് ഫ്ലൈ ഓവർ വഴി കയറി മുകളിലൂടെ നമ്മളുടെ ബൈക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ബൈക്കിൽ കയറിയാണ് തിരിച്ച് വീട്ടിൽ പോവുകയാണ്. നമുക്കിനി അടുത്ത യാത്രയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദി.